ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ശ്രീലങ്കൻ സ്റ്റൈല് ഫിഷ് കറി തയ്യാറാക്കാം. നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിൽ നിന്ന് വളരെ ഡിഫറെൻ്റാണ് ഈ ഒരു റെസിപ്പി. നമ്മൾ നാളികേരമൊക്കെ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിൽ നാളികേരത്തിന് പകരം വേറൊരു ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ തന്നെ മീൻകറി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അയിലയാണ് എടുത്തിട്ടുള്ളത്. ഒരു 3/4 കിലോ അയില ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഇതുപോലെയൊക്കെ സ്ലിറ്റ് ഇട്ടിട്ട് ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ എടുത്തു വെക്കേണ്ടത് ഒരു മീഡിയം സൈസുള്ള സവാള, ഒരു ഇത്തിരി വലിപ്പമുള്ള തക്കാളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ അതനുസരിച്ച് ചെറിയ വെളുത്തുള്ളി നിങ്ങൾ എടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും നമ്മൾ ആദ്യം എടുത്തു വെക്കുക. നമുക്ക് കുറച്ച് ഹോൾ സ്പൈസസ് വേണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഉണക്കമുളക്, ഒരു 12 ഉണക്കമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കാശ്മീരി ചില്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 8 എണ്ണം കാശ്മീരി ചില്ലി, 8 എണ്ണം സാധാരണ മുളക്, ബാക്കി ഉള്ളത് കാശ്മീരി ചില്ലി എടുക്കുക. പിന്നെ നമുക്ക് പെരിഞ്ജീരകം വേണം. 1 ടേബിൾ സ്പൂണോളം പെരിഞ്ജീരകം, 1 ടീസ്പൂൺ കസൂരി മേത്തി, ഒരു 1/2 ടീസ്പൂണോളം ഉലുവ, ഒരു വലിയ കഷ്ണം പട്ട, 1/2 ടീസ്പൂണോളം നല്ല ജീരകം, ചെറിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്. ഇത്രയും സാധനങ്ങൾ ഹോൾ സ്പൈസസ് ആണ് ആയിട്ട് നമ്മൾ ആദ്യം ഇതുപോലെ എടുത്തു വെക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ആ പാൻ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം നമുക്കതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഉണക്കമുളക് ഇട്ടിട്ട് അത് നന്നായിട്ട് നമ്മളിങ്ങനെ വറുത്തെടുക്കണം. നമ്മൾ എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് മുളക് നന്നായിട്ട് ചുമക്കുക. നമുക്ക് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം. മുളക് നന്നായിട്ട് വറുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഹോൾ സ്പൈസസൊക്കെ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഹോൾ സ്പൈസസും ചേർത്ത്, അതായത് മറ്റുള്ള സ്പൈസസ് ചേർത്ത് കഴിഞ്ഞ് ലോ ഫ്ലെയിമിലിടുക. അത് നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫാക്കിയിട്ട് ചൂടാറാൻ വെക്കണം. ഈ സമയം നമുക്ക് ഒരു ചട്ടി വെക്കാം. ഒരു മൺചട്ടി, നമ്മൾ സാധാരണ മീൻകറി പ്രിപ്പയർ ചെയ്യുന്നൊരു ചട്ടി. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള സവോള ഉണ്ടായി. ഞാൻ ഇതുപോലെ ഇത്തിരി വലിയ പീസസ് ആയിട്ട് തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത്. ആ വലിയ പീസസ് ആയിട്ടുള്ള സവോള ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. അങ്ങനെ മൊരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി നമുക്ക്. അപ്പോൾ നമ്മളതൊന്ന് നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ഇത്തിരി വലിയ പീസസ് ആയിട്ട് തന്നെ നമ്മൾ അരിഞ്ഞിട്ട് അതും കറിവേപ്പിലയും കൂടിയിട്ട് ആ ചട്ടിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതും നമുക്കൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ഇതെല്ലാതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ കേട്ടോ. ഇതൊക്കെ കൂടി ഒന്ന് നന്നായി വാടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കാളിയും ഇതുപോലെ തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് വാട്ടിയെടുക്കാം. സവോളേനെക്കാട്ടും കുറച്ചും കൂടി ക്വാണ്ടിറ്റി കൂടുതൽ വേണം കേട്ടോ തക്കാളി. അപ്പോൾ തക്കാളി നന്നായിട്ട് വാടി വന്നു. ഇനി നമുക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതായത് വെളുത്ത കസുകസ് ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ കസുകസ് ചേർത്തതിന് ശേഷം അതും ഇത്തിരി നേരം ഒരു 2 മിനിറ്റ് നമ്മൾ ഒന്നും കൂടി ഒന്ന് വഴറ്റണം. അപ്പോൾ കസുകസും ഒന്ന് ആ ഒരു ഇതിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ട് വഴന്ന് അതങ്ങ് കുക്കായിക്കോളും. അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം. തീ ഓഫാക്കിയിട്ട് ഇതിവിടെ ഇരുന്നിട്ടൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാനത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന ഹോൾ സ്പൈസസ് ഞാൻ മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സവോള, തക്കാളി, കസുകസിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതും കൂടി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. നന്നായി ചൂടാറിയതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത്തിരി ചൂട്ടോട് കൂടി തന്നെയാണ് ഇടുന്നത്. നിങ്ങൾ നന്നായി ചൂടാറിയതിന് ശേഷം ഇതിട്ട് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ട് നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ചൂട്ടോട് കൂടി ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഇതിൽ നിന്ന് ഇപ്പോഴും ആവി വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലോണം ചൂടാറിയതിന് ശേഷം ഇട്ട് അരച്ചെടുത്താൽ മതി. നേരത്തെ നമ്മൾ സവോളയൊക്കെ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു മൺചട്ടിയിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഞാനിപ്പോൾ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു മസാലക്കൂട്ടുണ്ടല്ലോ, നമ്മുടെ ഹോൾ സ്പൈസസ് വറുത്തതും സവോളയൊക്കെ തക്കാളിയൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു മസാലക്കൂട്ട് ഞാൻ ഇട്ട് കൊടുത്തു. അരച്ചെടുത്ത മിക്സിയുടെ ജാറിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഞാനിപ്പോൾ ഈ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് നമ്മളങ്ങ് മിക്സാക്കുക. ഇത് മിക്സാക്കിയ ശേഷം നമ്മളൊരു 2 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആ ചട്ടിയിലിട്ടിട്ടൊന്ന് വഴറ്റണം.
നമ്മളിതിലേക്ക് ഇതുവരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് കാശ്മീരി ചില്ലി ചേർത്താണ് അരക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇനി ഇതെല്ലാതും കൂടി ഒന്ന് നന്നായിട്ട് ഇതിലിട്ടിട്ട് നമുക്കൊന്ന് വഴറ്റാം. അപ്പോൾ ഒരു 2 മിനിറ്റും കൂടി നമ്മൾ ഈ എണ്ണയിലിട്ടിട്ട് നമ്മൾ ഈ ചട്ടിയിൽ കിടന്ന് നമ്മുടെ ഈ മസാല ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു കപ്പോ അല്ലെങ്കിൽ 1.5 കപ്പോ വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി. കാരണം നമുക്കിതിലേക്ക് അധികം ഗ്രേവി വേണ്ട. നമുക്കിതിങ്ങനെ മീനിന് പൊതിഞ്ഞിരിക്കുന്ന ടൈപ്പ് വേണം ഈ ഒരു കറി. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം ഇപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ കൂടുതലാവരുത് വെള്ളം. നമ്മളിതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് കുടംപുളിയാണ്. അപ്പോൾ ഞാനിപ്പോൾ കുടംപുളി ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ മീൻകറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്ന അത്രയും ക്വാണ്ടിറ്റി കുടംപുളി വേണ്ട, അതിൻ്റെ പകുതി മതി. അധികം പുളിരസം ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു മീൻകറിക്ക്. ഇനി നിങ്ങളുടെ അടുത്ത് കുടംപുളി ഇല്ല, നിങ്ങൾക്ക് പിഴുപുളി അല്ലെങ്കിൽ കോൽപ്പുളി കുറച്ചൊന്ന് എടുത്ത് ഒന്ന് പിഴിഞ്ഞ് ആ ഒരു വെള്ളം ചേർത്ത് കൊടുത്താലും മതി. നമ്മുടെ ഗ്രേവി ഏതാണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഇരിക്കാനായിട്ട്. നമുക്ക് ഈ സമയത്ത് കുറച്ച് കറിവേപ്പില വേണമെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഈ ഒരു മസാലയിലേക്ക് നമ്മുടെ മീനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. മീനൊക്കെ ആ ഒരു മസാലയിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കണം. ആ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഇടാനായിട്ട്. എന്നിട്ട് ഇനി നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒരു 15 മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നു. മീനുകളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു. ഇനി ഞാൻ വീണ്ടും മൂടി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നു. അപ്പോൾ 15 മിനിറ്റ് നമ്മളിപ്പോൾ കുക്ക് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ടിട്ടത്. ഇപ്പോൾ നമ്മുടെ മീൻകറി ഇപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ടൈപ്പ് മീൻകറി ചോറിന് അത്ര നല്ലതാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ ചപ്പാത്തിക്കും അപ്പത്തിനും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളത്. കാരണം ഒരു മസാലയുടെ ടേസ്റ്റും കൂടിയിട്ടുണ്ട് ഇതിന് സാധാരണ മീൻകറീനെ വിട്ടിട്ട്. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള വെളുത്ത കസുകസാണ് ഈ ഒരു ഗ്രേവീനെ ഇത്ര റിച്ചാണ് ക്രീമി ആക്കിയിട്ടുള്ളത്. സാധാരണ നമ്മൾ നാളികേരമാണ് മീൻകറിയിലൊക്കെ യൂസ് ചെയ്യാറുള്ളത്. അതിന് പകരമായിട്ടാണ് ഇവിടെ വെളുത്ത കസുകസ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നാളികേരം കിട്ടാത്തവർക്കും ഇതുപോലെ വെളുത്ത കസുകസൊക്കെ ചേർത്ത് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ സാധാരണ തയ്യാറാക്കാറുള്ള മീൻകറിയിൽ നിന്ന് പ്രിപ്പറേഷൻ മെത്തേഡ് ഡിഫറെൻ്റ് ആണ്, അതുപോലെ തന്നെ ടേസ്റ്റും ഡിഫറെൻ്റ് ആണ്. നിങ്ങളെല്ലാവരും അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത്. റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു സോ മച്ച്.